ഹായ്, വെൽക്കം ബാക്ക് എവരി വൺ. നമ്മൾ ഇന്ന് ആംബിഷനെ കുറിച്ചുള്ളൊരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ആംബിഷനെ കുറിച്ചുള്ള റെഫറൻസ് നോക്കിയപ്പോൾ അതിനകത്ത് 87% ആൾക്കാരും വിശ്വസിക്കുന്നത് വിജയിക്കാൻ ആംബിഷൻ വേണമെന്നുള്ളതാണ്. ഇത് 2023 ഒരു റിസർച്ച് പേപ്പറിൽ നിന്നും എനിക്ക് കിട്ടിയതാണ്. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ കാണിക്കുന്നത് ഈ 43% ഇൻഡിവിജ്വൽസും കരിയറിൽ സക്സസ്ഫുൾ ആകുന്നത് അവർക്ക് ആംബിഷൻ ഉള്ളത് കൊണ്ടാണ്. ഇത് ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിൽ 2022 വന്ന ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ആംബിഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഇൻഡിവിജ്വൽസ് സ്റ്റാർട്ട് ചെയ്തത് 22% അവരുടെ വിജയിക്കാനായിട്ടുള്ള ഹയർ ചാൻസ് ഓഫ് സക്സസ് എന്നാണ് MITയുടെ ഒരു മാനേജ്മെൻറ്റ് റിവ്യൂവിനകത്ത് 2021 ഒരു റിവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ ഓഫ് ആംബിഷൻ എന്താണ്? പലപ്പോഴും ഒരു സ്ട്രോങ് ഡിസയർ ആൻഡ് ഡിറ്റർമിനേഷൻ ടു അച്ചീവ് സംതിങ് സിഗ്നിഫിക്കൻറ്റ്, ഓഫൺ അക്കംപനീഡ് ബൈ ഹാർഡ് വർക്ക് ആൻഡ് പെർസുവറൻസ്. ഇതാണ് നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയുന്നത്. ഇത് പലർക്കും ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ട്രെയ്റ്റ് ആണ്. ഇപ്പോൾ ആംബിഷ്യസ് ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ നേച്ചർ, പലർക്കും ഇതിങ്ങനൊരു, ഇപ്പോൾ പല ആൾക്കാരെയും ഡ്രൈവ് ചെയ്യുന്ന ഗോളിലേക്കും ആസ്പിറേഷൻസിലേക്കൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ്. പലർക്കും ഒരു പേഴ്സണൽ ഗ്രോത്തും ഇല്ലെങ്കിൽ വളർച്ച മറ്റ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അംബീഷനും കൊണ്ടാണ്. അപ്പോൾ അംബീഷൻ ഉള്ളിൽ കിടന്നിട്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്കാണ്. കാരണം അല്ലെങ്കിൽ അവരുടെ നെസസിറ്റി നീഡ് കഴിഞ്ഞാൽ പിന്നെ അവർ മുന്നോട്ട് പോകണമെന്നില്ല. അപ്പോൾ സ്ട്രൈവ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷണൽ ഫോഴ്സ്. അപ്പോൾ അംബിഷൻ പലപ്പോഴും ഒരു ഹൈ മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് ആ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാറുണ്ട്. ഇൻസ്പയറിങ് ഇൻഡിവിജ്വൽ ടു ഓവർകം ചാലഞ്ചസ് ആൻഡ് ഓബ്സ്റ്റക്കിൾ ഒന്നും വന്നു കഴിഞ്ഞാൽ അംബിഷനുള്ള ആൾക്കാർ നിർത്തൂല. അപ്പോൾ ലോങ് ടേം വിഷനുമായിട്ട് ആൾക്കാർ പോകുന്നതും അവർക്ക് കൂടുതലും അംബിഷൻ ഉള്ളതുകൊണ്ടാണ്. വളരെ ലോങ് ടേം വിഷന്, ഒരു ലോങ് ടേം ആസ്പിറേഷൻസ്, അവർ ആ ലോങ് ടേം ഗോൾ സെറ്റിങ്ങുമായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള, അച്ചീവബിൾ ആയിട്ടുള്ള, റെലവൻറ്റ്, ടൈം ബൗണ്ട് ആയിട്ട് ഉള്ള ഗോൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഒരു അംബിഷൻ, അതുപോലെ തന്നെ പാഷൻ ആൻഡ് സീൽ. അംബിഷ്യസ് ഫ്യൂവൽഡ് ബൈ ദെയർ പാഷൻ ആൻഡ് സീൽ. അപ്പം പാഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ ഒരു ഇൻറ്റേർണൽ ഡ്രൈവ് ടു എക്സൽ. ഇതാണ് പല ആൾക്കാരും ഈ കരിയറിലൊക്കെ ഇങ്ങനെ ഉയരത്തിലേക്ക് വരാനായിട്ട്. പെർസിവറൻസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അംബിഷൻ അണയാത്തൊരു വിളക്കായിട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും അവിടെ വേണം. അപ്പോൾ ആംബിഷ്യസ് ഇൻഡിവിജ്വൽസ് എപ്പോഴും പെർസിവറൻസ്, സ്ഥിരമായ പ്രയത്നമൊക്കെ ഉണ്ടാവും. പെർസിസ്റ്റിംഗ് ആയിരിക്കും, വീണ്ടും വീണ്ടും അത് കിട്ടുന്നവരത്തേക്കും. ഫെയിലിയറോ സെറ്റ് ബാക്ക് ഒന്നും വന്ന് അവർ നോക്കത്തേയില്ല. സ്ട്രൈവിങ് ഫോർ എക്സലൻസ്. ഇനി ഇതാണ് അവരുടെ ഉള്ളിലെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദെയർ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് എക്സലൻസ്. അവിടെ ഒരു ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് പല എൻഡവറിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഇപ്പോൾ ഈ ഒളിമ്പിക്സിലൊക്കെ വരുന്ന ആൾക്കാർ, റാങ്ക് വാങ്ങിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർ ഇപ്പോൾ ടോപ്പ് പെർഫോമിങ് എംപ്ലോയീസ് ആയിട്ട് തീരുന്ന. അപ്പോൾ എപ്പോഴും ആംബിഷ്യസ് പീപ്പിൾ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ട്. ഔട്ട് പെർഫോം അതേഴ്സ്. തന്നെയല്ല, ഔട്ട് പെർഫോം ദംസെൽസ് ആൻഡ് അതേഴ്സും. അവരെയും മറ്റുള്ളവരെയും അവർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചെയ്യണം. ഇവർക്കൊരു എപ്പോഴും ഒരു ആന്ത്രപ്രണേറിയൽ സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ആംബിഷ്യസ് ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇൻഡസ്ട്രി വളരുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ലോകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഇന്നോവേറ്റ് ചെയ്യാനായിട്ട്, സക്സസ്ഫുൾ വെഞ്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ ബിൽഗേറ്റിൻ്റെ ആംബിഷൻ, അതല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിൻ്റെ ആംബിഷൻ, ഇങ്ങനെയുള്ള അതിൽ ടെസ്ലയൊക്കെ വന്നിട്ടുള്ളതിൻ്റെ ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വരുന്നത്, അതേപോലെ തന്നെ പല ആക്ടിവിറ്റിയുടെയും അവർ ചാർജ് ഏറ്റെടുക്കുന്നത്, ഇപ്പോൾ കോമൺ ഗോളുകൾ സെറ്റ് ചെയ്യുന്നത്, ഒരു സമയത്തിനകത്ത് സമയം മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ ഈ ആംബിഷൻ ഇല്ലാത്ത ആൾക്കാരിൽ നമ്മളത് തിരി കത്തിച്ചു കൊടുക്കണം, റീകിൻഡിൽ ചെയ്ത് കൊടുക്കണം. റിസ്ക് ടേക്കിംഗ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് റെസീലിയൻസ് ഉണ്ടാക്കണം.
അതേപോലെ തന്നെ ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് വീണ്ടും അതേപോലെ പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞാലും. പിന്നെ കണ്ടിന്യൂസ് ലേണിംഗ്, അതുപോലെ തന്നെ അവർക്കൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് ടു കണ്ടിന്യൂസ് ലേണിംഗ്, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഒരുപാട് പേരുണ്ട് ഓരോ ദിവസവും കുറേശ്ശെ ഇമ്പ്രൂവ് ചെയ്ത്. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, എടുത്ത ക്ലാസ്സുകൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത ക്ലാസ് എടുക്കുള്ളൂ. ആൻഡ് ഫോക്കസ് ഓൺ റിസൾട്ട്. അപ്പോൾ അവരെപ്പോഴും റിസൾട്ടിൽ പ്രയോറിറ്റൈസ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റിയും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. ഇന്നൊവേറ്റീവ് തിങ്കിങ്, അതുപോലെ എത്ര ബുദ്ധിമുട്ടാണേലും ഹാൻഡ് ഇൻ ഹാൻഡ് ഇന്നൊവേറ്റീവ് തിങ്കിങ് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പം ക്രിയേറ്റീവ് സൊല്യൂഷൻസ്, എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും അതിനെല്ലാം സൊല്യൂഷൻസ് കണ്ടുകൊണ്ട് കരിയർ അഡ്വാൻസ്മെൻറ്റ്. പിന്നെ ഈ പലപ്പോഴും കരിയർ ഗ്രോത്തിലുള്ള ക്രൂഷ്യൽ റോളൊക്കെ വരുന്നത്. അപ്പോൾ പല പ്രൊഫഷണൽ ലാഡറിൽ ആൾക്കാർ കയറി പോകുന്നത്, എഡ്യൂക്കേഷണൽ പെർസ്യൂട്ട്, വീണ്ടും വീണ്ടും പഠിച്ചു പോകാനൊക്കെ. അപ്പം സാധാരണഗതിയിൽ 7 വർഷം പഠിച്ചപ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ MA വരെ കഴിഞ്ഞു പോകും. പിന്നെന്തിനാണ് ആൾക്കാർ PhD എടുക്കേണ്ട കാര്യം? അംബീഷൻ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത് വീണ്ടും മറ്റൊരു PG എന്തിനാണ് എടുക്കുന്നത്? അതും കഴിഞ്ഞ് വീണ്ടും മറ്റൊരു PG എന്തുകൊണ്ടാണ് പോസ്റ്റ് ഡോക്ടറിൽ ചെയ്യുന്നത്? ഓക്കെ, 5 വർഷമൊക്കെ ഞാൻ വീണ്ടും എന്തിനാണ് പോസ്റ്റ് ഡോക്ടറിൽ ചെയ്തത്? അംബീഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷന് പോകാനായിട്ടും കൂടുതൽ നോളജ് അക്വയർ ചെയ്യാനായിട്ടും അംബീഷ്യസ് ആൾക്കാർ എപ്പോഴും അതിൻ്റെ സോഷ്യലി ഇമ്പാക്റ്റ്, പിന്നെ പേഴ്സണൽ ഗോൾസ്. അപ്പോൾ ഡിസയർ ടു മേക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇൻ ദ സൊസൈറ്റി. അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ അഡ്വാൻസ്ഡ് റിസർച്ചർ ആയതുകൊണ്ട് PhD കഴിഞ്ഞ് വീണ്ടും 5 വർഷം റിസർച്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഒരു റിസർച്ചറുടെ മൈൻഡോട് കൂടി അതിൻ്റെ പുറകിലുള്ള സത്യം കണ്ടെത്തി ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സിന് അങ്ങനെ ഒരു ഇൻപുട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സക്സസ്, അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ ഡ്രൈവ് ചെയ്യുന്നത് എല്ലാ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ഫൈനാൻഷ്യൽ സക്സസ് ആൻഡ് സ്റ്റെബിലിറ്റി. അതുപോലെ തന്നെ അംബീഷ്യസ് ആൾക്കാർ വെറുതെ ഇരിക്കാതെ നെറ്റ്വർക്ക് ചെയ്യും. എവിടെ പോയാലും മറ്റാൾക്കാരോട് സംസാരിക്കും, അവരുമായിട്ട് ചേരും, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും, കൊളാബറേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തും, മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാപ്പ് ഔട്ട് ചെയ്യും, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് പ്ലാൻ ചെയ്യും, സെൽഫ് റിഫ്ലക്ഷൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ നടത്തും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അസസിങ് സ്ട്രെങ്ത് നോക്കും, ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് വേണം, അഡാപ്റ്റബിലിറ്റി വല്ലതും പറ്റുമോ. അംബീഷ്യസ് ഉള്ള ആൾക്കാരാണ്. നമുക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കോടെ എങ്ങനെയെങ്കിലും നമുക്ക് അഡാപ്റ്റബിലിറ്റി എടുക്കാനായിട്ട് പറ്റുമോ. ചേഞ്ചിങ് സർക്കംസ്റ്റൻസസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ. പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ്, പലപ്പോഴും ആംബീഷ്യസ് ആൾക്കാരാണ് എപ്പോഴും പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കോൺഷ്യസ് എഫർട്ട് അവ ബ്രാൻഡിനെ വിജയിപ്പിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഈ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആംബിഷൻസ് ഉണ്ട്. അപ്പോൾ പല മേഖലയിൽ സോഷ്യൽ ഗോൾസ് കാണും, പിന്നെ മെൻറ്റർഷിപ്പ് എടുക്കും, പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കും, പിന്നെ സ്വന്തം ഫീൽഡിൽ വീണ്ടും വീണ്ടും വിജയിക്കാനായിട്ട് നോക്കും. പിന്നെ ഈ പറഞ്ഞാൽ എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ടാകും അവർക്ക്. അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ സൽപ്പേര് നിലനിർത്തണം, എത്തിക്സ് നിലനിർത്തണം, വാല്യൂസ് നിലനിർത്തണം. അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാകും, അവർക്കൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കാണും. പിന്നെ എപ്പോഴും അവർക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എ ലാർജർ സ്കെയിൽ. സിവിക് എൻഗേജ്മെൻറ്റ്, മറ്റുള്ളവർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടണം. പിന്നെ സിവിക് ആക്ടിവിറ്റീസിനകത്ത് അവർ വരും, കമ്മ്യൂണിറ്റിക്ക് പ്രയോജനം കിട്ടും, ഫിലാന്ത്രോപ്പിയിൽ വരും. പിന്നെ സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകും, ഗീവിങ് ബാക്ക് ടു ദ സൊസൈറ്റി. അതുപോലെ തന്നെ നമുക്ക് ലെഗസി ബിൽഡിങ്, ലോങ് ടേം ആയിട്ടുള്ള ലാസ്റ്റിംഗ് ലെഗസി, ഫ്യൂച്ചർ ജനറേഷൻസിന് പോലും നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്ത, ജനിച്ചിട്ടില്ലാത്തവർക്ക് പോലും അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്. അതുപോലെ ഒരു ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എപ്പോഴും കൊണ്ടുവരാനായിട്ട്. പിന്നെ ഔട്ട്സൈഡ് ദ ബോക്സിൽ പോയി ചിന്തിച്ച് ഇത് മാറ്റം ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു കൾച്ചറൽ എൻറിച്ച്മെൻറ്റ്, ആർട്ട്, ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് പെർസ്യൂട്ട്സ്. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ 1, 2, 5 പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ 42 ബുക്സിലേക്ക് ഞാൻ പോയത്? അപ്പോൾ പബ്ലിക് സർവീസസിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം കിട്ടാനായിട്ട്, സമൂഹത്തിൽ അത് ഉൾപ്പെടുത്താനായിട്ട്, ടെക്നോളജിയിൽ, സയൻസിൽ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി
നമുക്ക് സയൻറ്റിഫിക് ഡിസ്കവറീസ്, ഇൻവെൻഷൻസ്, അതുപോലെ തന്നെ എൻവയറമെൻ്റൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാനായിട്ട് ലോകത്തിനൊരു സ്റ്റുവാർഡ്ഷിപ്പ് വേണ്ടി നമ്മൾ കൊടുക്കാനായിട്ട് അവർക്ക് നന്മ ഉണ്ടാകണം. അതല്ലെങ്കിൽ പേഴ്സണൽ സാക്രിഫൈസസ് ഇവിടെ ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. ലോങ് ടേം ഗെയിൻ സൊസൈറ്റിക്ക് മൊത്തത്തിൽ ഉണ്ടാകണം. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു കൊളാബറേറ്റീവായിട്ട് ആക്ടിവിറ്റീസ്, വളരെ പോസിറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റി, ഹെൽപ്പിംഗ് അതേഴ്സ്, ക്രോസ് കൾച്ചറൽ കോമ്പീറ്റൻസ് ഡെവലപ്പ് ചെയ്യുക മറ്റ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന്, പിന്നെ അപ്രിസിയേഷൻ, പല അപ്രിഷ്യേറ്റ് ചെയ്യുന്ന എല്ലാ മേഖലയിലും പോയി അപ്രിഷ്യേറ്റ് ചെയ്യുക, ഇമോഷണൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർപേഴ്സണൽ ഡൈനാമിക്സ് ഇൻ ഇഫക്റ്റീവ്നെസ്, മൈൻഡ്ഫുൾനെസ് എപ്പോഴും പ്രവർത്തിക്കുന്നിടത്ത്, അതുപോലെ തന്നെ എപ്പോഴും ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുക, ഒരു വർക്കിംഗ് ആസ് എ ഗ്ലോബൽ സിറ്റിസൺ, ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, ഓൾവേസ് ഹാവ് ഇൻറ്റഗ്രിറ്റി വിത്ത് ദെയർ ആക്ഷൻസ്. ഈ ആംബിഷ്യസ് ഇൻഡിവിജ്വൽസ് അവരുടെ ഇൻറ്റഗ്രിറ്റി, ഇപ്പോൾ അലൈനിങ് ദെയർ ബിഹേവിയർ ആൻഡ് ആക്ഷൻസ് വിത്ത് വാല്യൂസ്, അതുപോലെ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ അവർ കയറി ഇടപെടുക, പിന്നെ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം കിട്ടാൻ പറ്റി ഏത് ഇൻവോൾവ്മെൻറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, റിസോഴ്സ്ഫുൾനെസ് ആകുക, ഡിസ്പ്ലേ റിസോഴ്സ്ഫുൾനെസ്, എവിടെയും നമ്മുടെ സഹായങ്ങൾ കൊടുക്കുക, അവൈലബിൾ ആകുക, പിന്നെ മറ്റുള്ളവരെ കൂടെ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുക, പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി, ആരും ചോദിച്ചില്ലേ പോലും, പിന്നെ ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്, ഓപ്പൺനെസ് ടു ഫീഡ്ബാക്ക്, ഇതൊക്കെ കൊടുക്കുന്നതെല്ലാം നമ്മുടെ ഈ ഒരു ആംബിഷ്യസ് പീപ്പിളിൻ്റെ പ്രത്യേകതയാണ്. ടോളറൻസ് ഫോർ ആംബിഗിറ്റി, അപ്പോൾ അതുപോലെ തന്നെ കൾച്ചറൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കുക, അതേപോലെ തന്നെ ഫോസ്റ്ററിങ് മറ്റുള്ളവർക്കും കൂടെ മറ്റെല്ലാവർക്കും തന്നെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ, പിന്നെ ഒരു ഫോർസൈറ്റും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടാകുക. നമുക്ക് ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിലും, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ്, വാല്യൂ ബിൽഡിങ്, പിന്നെ ഹെൽത്ത് കോൺഷ്യസ്നസ്, ഇതെല്ലാം ആംബിഷ്യസ് ആൾക്കാരുടെ പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പ്, അതുപോലെ തന്നെ നമുക്ക് കോമൺ ഗോൾസിന് വേണ്ടി പ്രയത്നിക്കുക, പിന്നെ ഇൻ്റർ കണക്റ്റഡ്നെസ്, അത് ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കുക, ക്വിക്ക് കൊളാബറേഷൻ ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പബ്ലിക്കിനോട് സംസാരിക്കുക, പബ്ലിക് സ്പീക്കിംഗ് കൊണ്ടുവരിക, പ്രസ്സിനോട് സംസാരിക്കുക, പിന്നെ എന്താണ് ഒരു സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുക, ആർട്ടിക്കുലേറ്റ് ദ ഒപ്പീനിയൻസ്, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. അപ്പം അങ്ങനെ നന്മ നിറഞ്ഞ് ഗുഡ് വിൽ ഉണ്ടാക്കി ഒരു ഹയർ സ്കെയിലിലേക്ക് അവരുടെ കോൺഷ്യസ്നസ് ഉയർത്തിക്കൊണ്ട് പോവുക. അതല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് പെർസ്യൂട്ട്, അതല്ലെങ്കിൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ കൊണ്ടുവരിക, ഫൈനാൻഷ്യൽ ലിറ്ററസിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ മറ്റുള്ളവരുടെ ഗ്രോത്തും സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ മറ്റു പല സ്ഥലത്തും കൊടുക്കുക, പരാജയങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നല്ല വിസ്ഡം ഉൾക്കൊണ്ട് ഇമ്പാർട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി തന്നെ എല്ലായ്പ്പോഴും കറേജിയസ് ഡിസിഷൻ, ആംബിഷ്യസ് പീപ്പിളാണ് ഇതെല്ലാം കൊടുക്കുന്നത്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, പബ്ലിക് അഡ്വക്കസി കൊടുക്കുക, അതുപോലെ ഒരു ചാമ്പ്യൻഷിപ്പ്, ഈ വാല്യൂസിനൊക്കെ ഒരു ചാമ്പ്യനായിട്ട് പ്രവർത്തിക്കുക, ടെക്നോളജിക്കൽ സ്കിൽസ് എടുക്കുക, ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിംഗ് നടത്തുക, കൾച്ചറൽ ഡിപ്ലോമസി നടത്തുക, ഇതുപോലുള്ള ഗുഡ് വില്ല്, ഇൻ്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ, ഇതൊക്കെ നിലനിർത്തി പോവുക. അതുപോലെ തന്നെ നമുക്ക് കോമൺ ഗോൾസ്, കമ്പാഷൻ, എമ്പതി, ഇതേപോലെ തന്നെ റെസ്പോൺസിബിൾ ഇന്നൊവേഷൻ, നമുക്കതുപോലെ തന്നെ ഡൈനാമിക് പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആംബിഷ്യസ് പീപ്പിളാണ് കൂടുതലും. റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസിയിലേക്ക് അവർ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇക്കണോമിക് എംപവർമെൻറ്റ്, സമൂഹത്തിൽ എല്ലാവർക്കും തന്നെ ബേസിക് നെസസിറ്റി നടക്കണം. സിവിക് പാർട്ടിസിപ്പേഷന് വേണ്ടി ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. അഡ്വക്കസി ഫോർ ഈക്വാളിറ്റി, ഇതൊക്കെ ആംബിഷ്യസ് പീപ്പിൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഡിസ്പാരിറ്റീസ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക, പിന്നെ ഇൻട്രാപ്രനർഷിപ്പ് വളർത്തുക, എൻട്രപ്രണർഷിപ്പ് സമൂഹത്തിൻ്റെ എല്ലാ സ്ഥലത്തും അവർ പ്രോത്സാഹിപ്പിച്ചു വിടുക, കൺസർവേഷൻ, എൻവയറമെൻ്റൽ കൺസർവേഷൻ, പിന്നെ പോസിറ്റീവ് ഓർഗനൈസേഷണൽ കൾച്ചർ കൊണ്ടുവരാനായിട്ട് നോക്കുക.
അതിന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക, എഡ്യൂക്കേഷൻ റിഫോംസിന് വേണ്ടിയിട്ട് കോൾ ചെയ്യുക, മൈൻഡ്ഫുൾ ലീഡർഷിപ്പ് കൊണ്ടുവരിക. ഇതൊക്കെ ഈ അംബിഷ്യസ് ആൾക്കാരുടെ അപ്പോൾ അവർ ചെയ്യുന്ന നന്മയാണ്. അപ്പോൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള വെൽനെസ് കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ എല്ലാ സൊസൈറ്റിയിലും ഇൻ്റർ കണക്റ്റഡ്സ് ആയിട്ട് അവർ സൊല്യൂഷൻസ് കൊടുക്കുക, ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് കൊണ്ടുവരാനായിട്ട് നോക്കുക, ക്രൈസിസ് പ്രിപ്പയർഡ്നെസ് നമ്മൾ തയ്യാറാക്കി വെക്കുക ആൾക്കാരെ. അതുപോലെ നമുക്ക് ട്രാൻസ്പെറൻസി ഇൻ ലീഡർഷിപ്പ് നമുക്ക് കൊണ്ടുവരിക, ട്രാൻസ്പെറൻസി ഇൻ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ എൻകറേജിങ് ഫോർ ഡെമോക്രസി, ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ. അപ്പം എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ടും പറയാനുള്ളത് കൂടുതൽ കൂടുതൽ ആംബിഷ്യസ് ആകുക. നമ്മുടെ ഇ ലേണിംഗ് കോഴ്സുകൾക്കായിട്ട് നിങ്ങൾ വളരെ വളരെ കൂടുതൽ ആംബിഷ്യസ് ആകാനും എപ്പോഴും നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഓരോ നിമിഷവും നിങ്ങൾ നിലനിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇൻസ്പയർ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരുപാട് ലെസൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ ബന്ധപ്പെടുകയൊക്കെ ചെയ്യാം. നല്ല സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.